കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വരുമായിരുന്നില്ല. ഈ കൊള്ളക്കാർ ശബരിമലയെ തന്നെ അവിടെ നിന്ന് ഇളക്കി മാറ്റിയേനെ. ഇപ്പോൾ ഇഡിയുടെ അന്വേഷണത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇഡിയുടെ അന്വേഷണത്തിനെതിരെ മുട്ടുവിറച്ച രാഷ്ട്രീയക്കാർ പ്രസ്താവനകളുമായി പുറത്തിറങ്ങിയിരിക്കുന്നു. ഇഡിയുടെ അന്വേഷണം ശരിയല്ല എന്നും ഇഡിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നുമാണ് ദേവസ്വം മന്ത്രി വാസവന്റെ പ്രസ്താവന. ശബരിമലയെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെയാണ് ഉപജാപങ്ങളിലൂടെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് എന്ന് കോടതി പറയുമ്പോൾ സാധാരണക്കാർ വിശ്വസിച്ചേൽപ്പിച്ച ഭരണവും അതുപോലെ ഈ ദേവസ്വം മന്ത്രിസ്ഥാനവും ഈ ദേവസ്വം സാധനങ്ങളെ സംരക്ഷിക്കാനല്ലേ ഉപയോഗിക്കേണ്ടത്? ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെ അകത്താക്കുകയല്ലേ ഇവരുടെയൊക്കെ കടമ? എന്തിനാണ് ഇവർ ഈ അന്വേഷണത്തെ എതിർക്കുന്നത്? ആരെ രക്ഷിക്കാനാണ്? എവിടെ പൊടിയിടാനാണ്? ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളുമായി ബന്ധപ്പെട്ട് ഇനിയും 3 പേരെങ്കിലും അറസ്റ്റിലാവാനുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിഗ്രഹങ്ങളുടെ കാര്യത്തിലും 2 പേരെങ്കിലും സംശയനിഴലിലാണ്. ഇതൊക്കെ